ഹലോ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ജെ സി ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സോ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളാണ്. നമുക്കറിയാം ഈ ഒരു വർഷം നമ്മൾ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം നമ്മൾ ഈ ഒരു വർഷത്തിൽ ഹൈസ്കൂൾ ക്ലാസ്സുകളിലേക്ക് ആദ്യമായിട്ട് എത്തിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ലൈഫിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള വർഷമാണ്. കാരണം എന്താണെന്ന് അറിയോ, നിങ്ങൾ നോക്ക് 8, 9, 10 ക്ലാസ്സുകളിലൊക്കെ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമാണ് നമുക്കൊക്കെ വലിയ വലിയ ക്ലാസ്സുകളിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, എത്തുവാൻ പറ്റുക. നിങ്ങൾ നോക്ക്, ഈ ഒരു വർഷമാണ് നിങ്ങൾ 48,000 രൂപയുടെ സ്കോളർഷിപ്പ് ആയിട്ടുള്ള NMMS എക്സാം നിങ്ങൾ എന്ത് ചെയ്യുന്നത്, എഴുതാൻ വേണ്ടി പോകുന്നത്. സോ അതുകൊണ്ടൊക്കെ തന്നെ 8ാം ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. സോ ഞാൻ ഇന്നത്തെ ക്ലാസ്സിനകത്ത് എടുക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്, സെക്കൻഡ് ചാപ്റ്റർ നോക്കി, ടുവേർഡ്സ് ദ എമർജൻസ് ഓഫ് നാഷണൽ മൂവ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് മക്കളെ. ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ഈ ചാപ്റ്റർ ആണ് ഇന്നത്തെ ക്ലാസ്സിനകത്ത് എന്ത് ചെയ്യുന്നത്, എടുക്കാനുള്ളത്. സോ മക്കൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളാണെങ്കിൽ നിർബന്ധമായിട്ട് ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിട്ടേണ്ട ഒരുപാട് ഇൻഫർമേഷൻ ഈ ചാനലിനകത്ത് അവൈലബിൾ ആണ്. കൃത്യസമയത്ത് നിങ്ങൾക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ചാനൽ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതുകൂടാതെ തന്നെ ഈ വീഡിയോ ഫസ്റ്റ് മുതൽ അവസാനം വരെ മക്കൾ എന്ത് ചെയ്യണം, ഇതുപോലെ തന്നെ കാണുകയും വേണം. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. മക്കളെ നിങ്ങൾ നോക്കി, നിങ്ങൾക്ക് ഈ ചാപ്റ്റർ തുറക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് തുറക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ കുറേ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ചാപ്റ്റേഴ്സിന്റെ പേജുകളൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ? നിങ്ങൾക്ക് അവിടെ കാണാം, ടെക്സ്റ്റ് ബുക്കിൽ കാണാവുന്നതാണ്. മക്കളെ ഈ ചാപ്റ്ററിനകത്ത് എന്താണ് മെയിനായിട്ട് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോളൂ. മെയിനായിട്ട് പറയുന്ന ഒരു സാധനം ഇന്ത്യൻ നാഷണലിസത്തിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയതയെക്കുറിച്ച്. എന്താണ് നാഷണലിസം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ദേശീയത എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉള്ളിൽ ആ സാധനം ഉണ്ടോ? ഉണ്ട്. നമ്മുടെ ഉള്ളിൽ നാഷണലിസം അല്ലെങ്കിൽ ദേശീയത ഉണ്ട് എന്ന് ചോദിച്ചാൽ എങ്ങനെയാണെന്ന് അറിയോ മകൾ? ഒറ്റ കാര്യം നോക്ക്, നമ്മൾ ഈ പറയുന്ന ദേശീയ ഗാനം കേൾക്കുന്ന സമയത്ത് അല്ലേ, നാഷണൽ ആന്തം കേൾക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എണീറ്റ് നിൽക്കുന്നുണ്ട്, നമ്മൾ അതിനെ റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. നാഷണൽ ഫ്ലാഗ് അല്ലേ, ഈ പറയുന്ന ഇന്ത്യൻ ദേശീയ പതാക നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ അതിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഇല്ലേ, നമ്മൾ അതിനെ ബഹുമാനിക്കുന്നില്ലേ മകളെ? ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ ഇതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന സാധനം എന്താണ്? നാഷണലിസമാണ്, ദേശീയതയാണ്. ഇന്ത്യ, അതുപോലെ തന്നെ ഇന്ത്യൻ പതാക കാണുന്ന സമയത്ത്, ഈ പതാക മാത്രമല്ല ഒരുപാട് ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ചിഹ്നങ്ങളും അടയാളങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മളുള്ളിൽ പ്രത്യേക തരത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഫീലിംഗ് ഉണ്ടല്ലോ മക്കളെ, അതാണ് നാഷണലിസം അല്ലെങ്കിൽ ദേശീയത എന്ന് പറഞ്ഞാൽ. സോ എന്താണ് നാഷണലിസം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും, ഇറ്റ് ഇസ് എ സെൻസ് ഓഫ് യൂണിറ്റി അമംഗ് ദ പീപ്പിൾ. അതായത് ജനങ്ങൾക്കിടയിലുള്ള ഒരു ഐക്യബോധത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ദേശീയത എന്ന് പറഞ്ഞാൽ. വാട്ട് ഈസ് നാഷണലിസം എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ സെൻസ് ഓഫ് യൂണിറ്റി അമംഗ് ദ പീപ്പിൾ അല്ലേ, ജനങ്ങൾക്കിടയിലുള്ള ഒരു ഐക്യബോധത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പറയുന്ന ദേശീയത എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ ഇന്ത്യക്കകത്ത് നിങ്ങൾ നോക്കിക്കോളൂ, ഈ പറയുന്ന നാഷണൽ ഫ്ലാഗ് ഇന്ത്യക്കകത്തുള്ള എല്ലാ സംസ്ഥാനത്തുള്ള ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് മലയാളിയാണ്, അതുപോലെ തന്നെ ബംഗാളിയാണ്, അവൻ തമിഴനാണ്, അല്ലെങ്കിൽ അവർ മറ്റുള്ള ഏതെങ്കിലും സ്റ്റേറ്റ് ആണ്, അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാ ആൾക്കാരും എന്താണ്, ഒറ്റക്കെട്ടായി എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ അതാണ് ഇന്ത്യൻ നാഷണലിസത്തിന്റെ ഈ പറയുന്ന ഒരു ഫീലിംഗ് നമ്മളുള്ളിൽ ഉള്ളതിന്റെ എക്സാമ്പിളുകൾ. മക്കളെ നോക്ക്, ഇതിനകത്ത് ഞാൻ പറഞ്ഞു ഇന്ത്യൻ നാഷണലിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് നോക്കാം. നോക്കുക, അവിടെ പറയുന്നുണ്ട്, ഇറ്റ്സ് എ സ്ട്രോങ് ആന്റി ബ്രിട്ടീഷ് ഫീലിംഗ് വാസ് ബേസിസ് ഓഫ് സെൻസ് ഓഫ് യൂണിറ്റി ഓഫ് ദ ഇന്ത്യൻ പീപ്പിൾ. ദി സെൻസ് ഓഫ് യൂണിറ്റി ഈസ് കോൾഡ് ഇന്ത്യൻ നാഷണലിസം. അതായത് ഇന്ത്യൻ ദേശീയത എപ്പോഴാണ് ഉയർന്നു വരുന്നത് എന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത്. അവർക്കറിയാം, നിങ്ങൾക്കറിയുന്നതാണ്, ബ്രിട്ടീഷുകാർ ഭയങ്കരമായിട്ട് നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ എക്സ്പ്ലോയിറ്റ് ചെയ്തതിൻ്റെ, അതായത് ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ടുള്ള ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമാണ് ഇന്ത്യൻ ജനതയുടെ ഐക്യബോധത്തിന്റെ അടിത്തറ. ഈ ഐക്യബോധത്തിനെയാണ് ഇന്ത്യൻ ദേശീയത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർ നമ്മളെ ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്തു. അങ്ങനെ ചൂഷണം ചെയ്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതുപോലെ തന്നെ മനസ്സിലാക്കുകയാണ്, നമ്മൾ ഒരുമിച്ച് നിൽക്കണം, നമ്മുടെ ഐക്യത്തോടു കൂടി നിൽക്കണം, എങ്കിൽ മാത്രമേ ബ്രിട്ടീഷുകാരെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂ, ഇവിടുന്ന് തോൽപ്പിക്കാൻ പറ്റൂ. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരേ മനസ്സോടുകൂടി ഒരു ഐക്യത്തോടുകൂടി നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളുള്ളിൽ വർക്ക് ചെയ്ത സാധനമാണ് ഇത്, ഈ പറഞ്ഞ ഇന്ത്യൻ നാഷണലിസം. ഇത് പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല, ഇത് ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ്. ഇത് ഇന്ത്യൻ നാഷണലിസം എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ദിവസം അല്ലെങ്കിൽ മനുഷ്യൻ ജനിച്ച അന്ന് മുതലേ ഉണ്ടായി വന്നതല്ല. ഇത് നമ്മളുള്ളിലേക്ക് എന്താണ്, ഉണ്ടാക്കിയെടുത്താണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇന്ത്യൻ ദേശീയ ഗാനം കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്ലാഗ് കാണുന്ന സമയത്ത് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ടല്ലോ, ഇന്ന് ചെയ്യുന്നുണ്ട്. എന്നാൽ മുൻപ് അങ്ങനത്തെ ഒരു സംഭവം ഇല്ലായിരുന്നു, കുറേ വർഷങ്ങൾക്ക് മുൻപ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മളുള്ളിലേക്ക് എന്താണ്, ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് പറയുന്ന സാധനം എന്ന് വെച്ചാൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ നാഷണലിസം അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയത ഉണ്ടാക്കിയെടുത്തത്, അതിന് പ്രധാനപ്പെട്ട സിറ്റുവേഷൻസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ, എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ സർക്കംസ്റ്റാൻസസിലൂടെയാണെങ്കിൽ പ്രധാനപ്പെട്ട സാഹചര്യങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ ഇന്ത്യൻ നാഷണലിസം ഉണ്ടാക്കിയെടുത്തത്. അതാണ് ആക്ച്വലി ഈ ഒരു ചാപ്റ്ററിനകത്ത് ഫുള്ള് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അതിൽ നിങ്ങൾ നോക്കിയാൽ മതി, എക്കണോമിക് പോളിസി ഉണ്ട്, ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണമുണ്ട്, അത് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്, നമ്മുടെ ഉള്ളിലേക്ക് ഒരു നാഷണലിസം വരാനുള്ള ഒരു കാരണമാണ്. അതേപോലെ തന്നെ മക്കളെ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, ഇതാ നോക്കിയോളൂ, ഈ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, ബ്രിട്ടീഷുകാർ നമുക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ തരുന്നു. ആ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ തന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ തന്നെ ഒരു നാഷണലിസം എന്ന് പറയുന്ന, ഇന്ത്യൻ നാഷണലിസം എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ ലിറ്ററേച്ചർ ആൻഡ് ന്യൂസ് പേപ്പർ, സാഹിത്യവും പത്രങ്ങളും, അതായത് പത്രങ്ങൾ വായിക്കുന്ന സമയത്തില്ലേ, പത്രങ്ങൾ വായിക്കുന്നു, ബ്രിട്ടീഷുകാർ നമ്മളെ ചൂഷണം ചെയ്യുന്നത് പല പത്രത്തിന്റെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളിലൂടെ നമ്മൾ അറിയുന്നു.
പറയുന്നു. സോ നമ്മൾ എന്താണ് ആ സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് ഒരു നാഷണലിസം എന്ത് ചെയ്യുന്നു ഉണ്ടാകുന്നു. അപ്പോൾ അത് സഹായിച്ചിട്ടുണ്ട്. സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. മക്കളെ, നിങ്ങൾ ദാദാഭായ്, നിങ്ങൾ പ്രധാനപ്പെട്ട രാജാറാം മോഹൻ റോയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് കേട്ടിട്ടില്ലേ അല്ലേ? നിങ്ങൾക്കറിയാം, ശ്രീനാരായണ ഗുരു ഒക്കെ തന്നെ കേരളത്തിനകത്തുള്ള സോഷ്യൽ റിഫോമറാണ്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടും അന്നത്തെ ഈ പറയുന്ന ജാതിയിലൊക്കെ ഉണ്ടായിരുന്ന വലിയ തരത്തിലേക്കുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ചോദ്യം ചെയ്ത ആൾക്കാരുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യാണ്, ഇതുപോലെ തന്നെ ഒരു നല്ലൊരു സമൂഹം കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാണ്. അങ്ങനെ അതും എന്ത് ചെയ്തിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഈ പറയുന്ന ഗതാഗതവും വാർത്താവിനിമയവും സഹായിച്ചിട്ടുണ്ട്. അതുകൂടാതെ അന്നത്തെ കാലത്ത് വന്ന ഒരുപാട് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, ചില രാഷ്ട്രീയ സംഘടനകളുണ്ട്. അതെല്ലാം നമ്മളുള്ളിലേക്ക് എന്ത് വളരാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്, ഈ പറയുന്ന ഇന്ത്യൻ നാഷണലിസം എന്ന് പറയുന്ന സാധനം അല്ലേ? ഇന്ത്യൻ നാഷണലിസം അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയത, ഓർത്തു വെച്ചോ, ഇന്ത്യൻ ദേശീയത വളരാൻ വേണ്ടി സഹായിച്ചിട്ടുള്ളതാണ് ഈ പറയുന്ന എല്ലാ ഘടകങ്ങളും. ഇന്ത്യൻ ദേശീയത വളരാൻ വേണ്ടി സഹായിച്ച ഘടകങ്ങളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ആകെ ഈ ചാപ്റ്ററിനകത്ത് പറയുന്ന ഒരു സാധനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണലിസം ഉണ്ടാകാൻ വേണ്ടി സഹായിച്ച പ്രധാനപ്പെട്ട സർക്കംസ്റ്റാൻസസ് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ എന്താണ്, ഇത് ഓരോന്നോരോന്നായിട്ട് എന്ത് ചെയ്യാണ്, ഇതിങ്ങനെ പറയാണ്. ആക്ച്വലി അത്രേ ഉള്ളൂ, അത്രേ ഈ ചാപ്റ്ററിനകത്ത് എന്ത് ചെയ്യുന്നു പറയുന്നുള്ളൂ. പക്ഷേ ഇതെന്താണ്, കുറേ കണ്ടന്റ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ വളരെ ഷോർട്ട് ആക്കിയിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇതുപോലെ തന്നെ തരും. അപ്പോൾ മക്കളെ, നമുക്ക് ഇതിൽ 1-2 ടോപ്പിക്കുകൾ എന്ത് ചെയ്യാം, നമുക്കൊന്ന് നോക്കാം. യെസ്, അതിൽ ഫസ്റ്റ് വൺ നമുക്ക് നോക്കുന്ന ഒരു സാധനമാണ് എക്കണോമിക് പോളിസിയെ കുറിച്ചാണ്, സാമ്പത്തിക നയത്തിനെ കുറിച്ച്. ഇതിലെ ഒന്നാമത്താണല്ലോ ഈ പറയുന്ന എക്കണോമിക് പോളിസി അല്ലെങ്കിൽ സാമ്പത്തിക നയം. ആ സാമ്പത്തിക നയത്തിനെ കുറിച്ച് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഈ പറയുന്ന സാമ്പത്തിക നയം എങ്ങനെയാണ് ഇന്ത്യൻ ദേശീയത വളരാൻ വേണ്ടി സഹായിച്ചത് നമുക്ക് നോക്കാം. നോക്കൂ, ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിനകത്ത് ഇന്ത്യക്കകത്ത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, തൊഴിലില്ലായ്മ അല്ലെങ്കിൽ ഈ പറഞ്ഞ അൺഎംപ്ലോയ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പോവേർട്ടി വരുന്നുണ്ട്, ഭയങ്കരമായിട്ടുള്ള ദാരിദ്ര്യം എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിനകത്ത് ഇന്ത്യക്കകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അതൊക്കെ ബ്രിട്ടീഷുകാരുടെ ചൂഷണമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്ന, നിങ്ങൾ കണ്ടോ, ഇത് അന്നത്തെ കാലത്തെ ആളുകളുടെ ഒരു അവസ്ഥയാണ്, പോവേർട്ടിയാണ്. നിങ്ങൾ കണ്ടത് ഏകദേശം ഒരു 2 crore പീപ്പിൾ, അതായത് ഏകദേശം ഒരു 2 കോടിയോളം ആളുകൾ, അതിന്റെ മേലെ ആളുകൾ പട്ടിണി കിടന്ന് നീട്ടിട്ടുണ്ട്, ഇന്ത്യക്കകത്ത് അന്ന് മരിച്ചിട്ടുണ്ട്. കാരണം ബ്രിട്ടീഷുകാർ അത്രയും നന്ദിയാണ് നമ്മുടെ പൈസയൊക്കെ തന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്ക്, അവിടെ പറയുന്നു, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നു, ദ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ വാസ് എയിം ഓഫ് ദി ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ, ദ പോളിസി അഡോപ്റ്റഡ് ഫോർ ദം ടു ലെഡ് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് പോവർട്ടി ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലെ സാമ്പത്തിക ചൂഷണമായിരുന്നു ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിനായിട്ട് അവർ സ്വീകരിച്ച നയങ്ങൾ ഇന്ത്യയിൽ തൊഴിലില്ലായ്മയ്ക്കും അതുപോലെ തന്നെ ദാരിദ്ര്യത്തിനും എന്ത് ചെയ്യുന്നുണ്ട്, കാരണമാകുന്നുണ്ട്. ഭയങ്കരമായിട്ട് നമ്മുടെ ടാക്സ് അല്ലെങ്കിൽ നികുതിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ തന്നെ ചോർത്തി കൊണ്ടുപോകുന്നുണ്ട്. സോ ഈ ഒരു സമയത്ത് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരെ ബ്രിട്ടീഷുകാർ ഇത്തരത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സമ്പത്തൊക്കെ തന്നെ ചോർത്തി കൊണ്ടുപോകുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് ഇതുപോലെ തന്നെ എന്താണ് ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുത്ത കുറച്ച് ആൾക്കാരുണ്ട്. ആ ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി പറയാൻ പോകുന്നത്. നോക്ക് മക്കളെ, ദ ഏർലി ലീഡേഴ്സ് ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ലൈക്ക് ദാദാഭായ് നവറോജി, R.C. Dutt and Mahadev Govinda Ranade, M.G. Ranade, carried out of the detailed study about economic exploitation by the British. അത് ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തിനെ കുറിച്ച് കൃത്യമായിട്ട് അല്ലെങ്കിൽ വിശദമായിട്ടുള്ള പഠനം നടത്തിയിട്ടുള്ള 3 ആൾക്കാരാണ്. ആരൊക്കെ? ദാദാഭായ് നവറോജി. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ദാദാഭായ് നവറോജിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമുക്ക് പറയാം, ദാദാഭായ് നവറോജിയെ കുറിച്ച് പറയാം. അതുപോലെ തന്നെ R.C. ദത്തിനെ കുറിച്ച്, അതുപോലെ തന്നെ മഹാദേവ് ഗോവിന്ദ റാനഡെ, ഈ പറയുന്ന M.G. റാനഡെ എന്ന് പറയും. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആൾക്കാർ ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യാണ്, പഠിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇതിനകത്ത് നിങ്ങൾ നോക്ക്, ഈ പറയുന്ന ദാദാഭായ് നവറോജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തിനെ വിളിക്കുന്ന പേര് ഇന്ത്യയുടെ വയോധികൻ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. ദ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നാണ് ദാദാഭായ് നവറോജിയെ വിളിക്കുന്നത്. അദ്ദേഹം കൊണ്ടുവന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റിന്റെ പേര് നിങ്ങൾക്ക് എല്ലാ ആൾക്കാരും കേട്ടിട്ടുണ്ടാവും. ആ കൺസെപ്റ്റ്, ദാദാഭായ് നവറോജി കൊണ്ടുവന്ന കൺസെപ്റ്റിന്റെ പേരാണ് എന്താണ്, ഡ്രെയിൻ തിയറി എന്നുള്ളതാണ്. എന്താണ് ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ നമുക്കറിയാം എന്താണ് ചോർച്ച സിദ്ധാന്തം. ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോർച്ച സിദ്ധാന്തം ഇത് കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ ദാദാഭായ് നവറോജിയാണ്. എന്ത് ചെയ്യുന്നത്, ഇത് കൊണ്ടുവന്നുള്ളത് ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോർച്ച സിദ്ധാന്തം. ഇത് അദ്ദേഹത്തിന് എന്താണ് ആക്ച്വലി ഡ്രെയിൻ തിയറി എന്ന് പറഞ്ഞാൽ ചോർച്ച എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഇന്ത്യയിൽ നിന്ന് സമ്പത്ത് കൊണ്ടുപോയത് എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യാണ് അദ്ദേഹം പറയാണ്. അദ്ദേഹം അത് പറഞ്ഞത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരാണ് പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിനകത്താണ് എന്ത് ചെയ്തത്, അദ്ദേഹം അത് പറയുന്നത് പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഓർത്ത് വെച്ചോ, പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഈ പുസ്തകത്തിനകത്താണ് ദാദാഭായ് നവറോജി പറയുന്നത് ബ്രിട്ടീഷുകാർ നമ്മുടെ സമ്പത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് അവർ ചോർത്തിക്കൊണ്ടുപോയിട്ടുണ്ട് എന്ന് ദാദാഭായ് പറയുന്നത് ഇതിലൂടെയാണ് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോ, ഇന്ത്യക്കാരെ ഭയങ്കരമായിട്ട് ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ എങ്ങനെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി കൊടുത്ത ആളാണ് ആര്, ദാദാഭായ് നവറോജി എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. റെഡി. ഇനി അത് കഴിഞ്ഞാൽ മക്കളെ അടുത്തത് നമുക്ക് നോക്കേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇത്രയാണ് നമുക്ക് ഈ ഒരു എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ
എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. നിങ്ങൾ നോക്ക്, ഇപ്പോൾ കുറേ പോയിന്റുകൾ നമുക്ക് നമ്മൾ പഠിച്ചോ? ഇല്ല. എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ സാമ്പത്തിക നയത്തിനെ കുറിച്ച് കുറഞ്ഞ സാധനങ്ങളെ പഠിച്ചുള്ളൂ. ബ്രിട്ടീഷുകാർ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാകുന്നു, അങ്ങനെ ഇവിടെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകുന്നു, പോവർട്ടി ഉണ്ടാകുന്നു. ഇതിനെക്കുറിച്ച് ഇന്ത്യക്കാരെ ഇതുപോലെ തന്നെ കൃത്യമായിട്ട് പഠനം നടത്തിയിട്ടുള്ള ആൾക്കാരാണ് ആര്? ഈ പറയുന്ന ദാദാഭായ് നറോജി ആയിക്കോട്ടെ, എം ജി റാനഡെ ആയിക്കോട്ടെ, RC ദത്ത് ആയിക്കോട്ടെ, അല്ലേ? അത്ര സാധനങ്ങളെ ആദ്യമുള്ളൂ. അതോടുകൂടി നമ്മുടെ ഈ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു ടോപ്പിക് നമ്മൾ എന്ത് ചെയ്തു? കഴിഞ്ഞു. ഓർത്ത് വെച്ചു, ഇത് കഴിഞ്ഞു. ഫസ്റ്റ് ടോപ്പിക് ഇത്രയേ ഉള്ളൂ. അത്രേ ഫസ്റ്റ് ടോപ്പിക് ഉള്ളൂ. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് സെക്കൻഡ് ടോപ്പിക്കാണ്. രണ്ടാമത്തത് നിങ്ങൾ നോക്ക്, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, പാശ്ചാത്യ വിദ്യാഭ്യാസം എങ്ങനെയാണ് സാധിച്ചത് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഇതിനകത്ത് ആകെയില്ല എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷനിൽ ദാദാഭായ് നവറോജിയും അതുപോലെ തന്നെ ഡ്രെയിൻ തിയറിയാണ് നമുക്ക് ആദ്യം ഇങ്ങനെയാണ് പഠിക്കാനുള്ളത്. അത്ര സാധനങ്ങളെ പഠിക്കാനുള്ളൂ. ഇനി നമുക്ക് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, പാശ്ചാത്യ വിദ്യാഭ്യാസം എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഇതുപോലെ തന്നെ ആക്കിയത് നമുക്ക് നോക്കാം. അപ്പോൾ അതാ നോക്കിക്കോളൂ മക്കളെ, എല്ലാവരും നോക്കിക്കോളൂ. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, പാശ്ചാത്യ വിദ്യാഭ്യാസം. മക്കളെ ശ്രദ്ധിക്കുക, എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഇയർ പറയുന്നില്ല. ബ്രിട്ടീഷുകാരാണ് ഇന്ത്യക്കകത്ത് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നമ്മുടെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആണ്. ഏതാ ഉദ്ദേശിച്ചത്? ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആണ്. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്? ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വർഷം എന്ന് പറഞ്ഞാൽ 1835 1835 ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നത്? ആദ്യമായിട്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യക്കകത്ത് കൊണ്ടുവരുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ഇന്ത്യക്കാരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണോ ബ്രിട്ടീഷുകാർ ഇതുപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ തരുന്നത്? നിങ്ങൾ നോക്കണം, ഇന്ത്യക്കാർ നല്ല പഠിപ്പുള്ള വിവരമുള്ള ആൾക്കാരായിട്ട് വളരാൻ വേണ്ടിയിട്ടാണോ? ഒരിക്കലും അല്ല. ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു രാജ്യമാണ്. അത് ഭരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതുപോലെ തന്നെ ഒരുപാട് എംപ്ലോയീസിനെ വേണം, അല്ലേ? നല്ല ജോലിക്കാരായിട്ടുള്ള ആൾക്കാരെ വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇംഗ്ലീഷൊക്കെ അറിയുന്ന ആൾക്കാരായിരിക്കണം. അവരെ നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരികയാണെങ്കിൽ ഒരുപാട് ചിലവാണ്. അത് എന്താണ്? അത് ഒഴിവാക്കാൻ വേണ്ടി, വലിയ ചിലവ് ഒഴിവാക്കാൻ വേണ്ടി അവരുടെ ഭാഷ ഇതുപോലെ ഇന്ത്യക്കാരെന്ത് ചെയ്യുക? പഠിപ്പിക്കുക. അപ്പോൾ കുറഞ്ഞ പൈസ കൊടുത്താൽ എന്ത് ചെയ്യും? ഒരുപാട് ജോലിക്കാരെന്ത് ചെയ്യും? അവർക്ക് കിട്ടും. അത് മാത്രമല്ല, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഭാഷാപരമായിട്ട് അവർക്ക് എന്ത് ചെയ്യും? ഇംഗ്ലീഷിനോട് താല്പര്യം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാരോട് എന്തുണ്ടാവും? അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹമൊക്കെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നമുക്ക് എന്ത് ചെയ്യുന്നത്? തന്നത്. സോ എങ്കിൽ പോലും നമുക്ക് പറയാൻ പറ്റും ബ്രിട്ടീഷേഴ്സ് നമ്മളെ ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പിന്നീടുള്ള ഇന്ത്യയുടെ ഇപ്പോഴൊക്കെയുള്ള ഇന്ത്യയുടെ പ്രധാനപ്പെട്ടുള്ള വളർച്ചയ്ക്കകത്തൊക്കെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നമുക്ക് ശരിക്കും എന്ത് ചെയ്തിട്ടുണ്ട്? ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലേ? ഇന്നത്തെ ഡെയിലി ലൈഫിനകത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അവർ നമ്മുടെ ആ ഒരു ഭാഷ നമ്മളെ പഠിപ്പിച്ചതുകൊണ്ട് ബെനിഫിറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ടായിട്ടുണ്ട്. നമുക്ക് നോക്കാം ഏത് വർഷമാണ്. നോക്ക് 1835 നോക്ക്. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വാസ് പ്രൊപ്പഗേറ്റഡ് ബൈ ദ ബ്രിട്ടീഷ്, ഹൈലൈറ്റ് ദ superiority to subjugate Indian culturally to mold a section of Indians who would sympathy to them. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, പ്രധാനമായിട്ടും ഇന്ത്യക്കാരെ എങ്ങനെയാണ് ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ മേന്മയെ ഉയർത്തിക്കാണിക്കാനും ഇന്ത്യക്കാരെ സാംസ്കാരികമായി തങ്ങൾക്ക് വിധേയരാക്കാനും അതേപോലെ തന്നെ ഈ ഒരു വിഭാഗം ആൾക്കാരെ തങ്ങളോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുന്നത്? 1835 എന്ത് ചെയ്യുന്നത്? കൊണ്ടുവരുന്നത് കേട്ടോ. അന്നത്തെ സ്കൂളുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഈ കാണുന്നത് പോലെയൊക്കെ കേട്ടോ അന്നത്തെ സ്കൂളുകൾ. ഇന്നത്തെ നമ്മളിതുപോലെ ഭയങ്കര സെറ്റപ്പ് ആയിട്ടുള്ള സ്കൂളൊന്നുമില്ല കേട്ടോ. ഈ രീതിയിലൊക്കെ ഈ നിലത്തൊക്കെ ഇരുന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആൾക്കാരൊക്കെ പഠിച്ചത്. അതും അന്നത്തെ ഏറ്റവും ഹൈ ലെവലായിട്ടുള്ള ആൾക്കാരാണ് പഠിച്ചത്. എല്ലാവരും ഒന്നും എന്ത് ചെയ്യുന്നില്ല, പഠിക്കുന്ന ഒരു സിസ്റ്റം ഒന്നും അന്നത്തെ കാലത്ത് ഇല്ല എന്നുള്ളത് മക്കൾ മനസ്സിലാക്കി വെക്കുക. റെഡി? ഇനി നോക്കിക്കോളൂ. അങ്ങനെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്ത് ചെയ്യാണ്? വരികയാണ്. അപ്പം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർ ജനാധിപത്യം, സ്വാതന്ത്ര്യം, സ്ഥിതിസമത്വം, തുല്യനീതി, ശാസ്ത്രബോധം, പൗരാവകാശം എന്നിവയെക്കുറിച്ച് അവബോധമുള്ള ആൾക്കാരായി മാറി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നമുക്ക് എന്തിനു വേണ്ടിയാണ് തന്നത്? ബ്രിട്ടീഷുകാർ ഇതുപോലെ തന്നെ അവർക്ക് നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല. എന്നാൽ ബ്രിട്ടീഷുകാർ വിചാരിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് ആക്ച്വലി എന്താണ് സംഭവിക്കുകയാണ്. കാരണം എന്താ അറിയോ? ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ്, അല്ലേ? അതായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയ ഇന്ത്യക്കാരുണ്ടല്ലോ, ആ ഇന്ത്യക്കാർ ഡെമോക്രസിയെക്കുറിച്ച്, ഫ്രീഡത്തിനെക്കുറിച്ച്, ഇഗാലിറ്റേറിയൻസിനെ കുറിച്ച്, ഈക്വൽ ജസ്റ്റിസിനെ കുറിച്ച്, സയന്റിഫിക് ടെമ്പറിനെ കുറിച്ച്, സിവിൽ റൈറ്റ്സിനെ കുറിച്ചൊക്കെ പഠിക്കാൻ തുടങ്ങി. അതായത് ലോകത്ത് മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്ന ഇതുപോലെ തന്നെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. കാരണം ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പോൾ ബ്രിട്ടീഷുകാർ പറഞ്ഞത് ഞങ്ങളാണ് ഏറ്റവും സൂപ്പർ, ബ്രിട്ടീഷുകാർ ഭയങ്കര സൂപ്പറാണ്, ഇന്ത്യക്കാരൊക്കെ മോശമാണ്, അപ്പോൾ നിങ്ങൾ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞിട്ടാണ് കുറേ തെറ്റിദ്ധാരണകൾ എന്ത് ചെയ്യാണ് ഇവർ പരത്തുന്നുണ്ട്. അതൊന്നും അല്ല, അതൊക്കെ തെറ്റായിരുന്നു എന്ന് ഇന്ത്യക്കാർക്ക് എന്ത് ചെയ്യാണ് മനസ്സിലാവുകയാണ്. കാരണം ഇംഗ്ലീഷ് കിട്ടുന്നു, അപ്പോൾ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ആർട്ടിക്കിളുകൾ കിട്ടുന്നു, അതൊക്കെ വായിക്കുന്നു. അപ്പോൾ വായിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ബ്രിട്ടീഷുകാർ ഇതുപോലെ തന്നെ ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും അവർക്ക് കോളനികളുണ്ട്, അവിടെയൊക്കെ ഇതുപോലെ തന്നെ തോന്നിവാസങ്ങൾ അവർ നടത്തുന്നുണ്ട്. അത് കൂടാതെ ഇത്തരത്തിലേക്കുള്ള അവരുടെ ചൂഷണത്തിന് എതിരെ ഒരുപാട് സമരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ആൾക്കാർ എന്ത് ചെയ്യാണ്? ബോധവാന്മാരായിട്ട് എന്ത് ചെയ്യാണ്? മാറുകയാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കുറേ സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിലൂടെ കിട്ടുന്നുണ്ട്. ഇനി അത് മാത്രമല്ല മക്കളെ, നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, പുതിയ ആശയങ്ങൾ പരിചയപ്പെട്ട ഇന്ത്യക്കാർ തങ്ങളുടെ രാജ്യം എങ്ങനെ ബ്രിട്ടന്റെ കീഴിലായി എന്ന് ചിന്തിച്ചു. കൂടാതെ ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിക്കേണ്ട ആവശ്യതയെക്കുറിച്ച്
അവർ നിരന്തരം സംസാരിച്ചു. അപ്പോൾ ഇന്ത്യക്കാർ ഇതേപോലെ തന്നെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കിട്ടുന്നു. പിന്നെ അവരുടെ ഫുൾ തോട്ട് എന്താണ്? ദേ കോൺസ്റ്റന്റ്ലി ടോക്ക് അബൌട്ട് ദ നീഡ് ടു എൻഡ് ദ ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷുകാരുടെ ഭരണം എന്ത് ചെയ്യണം? അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിലേക്ക് എന്താണ് ഇന്ത്യക്കാർ തന്നെ എന്ത് ചെയ്യാണ്? ചിന്തിക്കുകയാണ്. അത് മാത്രമല്ല, ഇനി ഒറ്റ കാര്യം കൂടി നിങ്ങൾ നോക്കിയാൽ മതി. ഇന്ത്യക്കാർക്ക് പ്ലസ് ആയിട്ടുള്ള ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ട് ഇന്ത്യക്കാർക്കുള്ള ഒരു ഗുണം എന്താണെന്ന് പറയുക. ഇപ്പോൾ നോക്കി, ഈ പറഞ്ഞ ഇന്ത്യക്കകത്ത് എത്ര ലാംഗ്വേജ് ഉണ്ട്? ഹിന്ദി ഉണ്ട്, മലയാളം ഉണ്ട്, തമിഴ് ഉണ്ട്, ഉറുദു ഉണ്ട്, അല്ലേ? ഇതുപോലെ തന്നെ സംസ്കൃതം, ഇങ്ങനെ പല ഭാഷകൾ എന്ത് ചെയ്യുന്നുണ്ട്? സംസാരിക്കുന്നുണ്ട്. ബംഗാളി സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, പഞ്ചാബി ഉണ്ട്, അങ്ങനെ ഒരുപാട് നിരവധിയായിട്ടുള്ള ഭാഷകളുണ്ട്. ഇവരൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കണേ. ഇതേപോലെ തന്നെ അവനവൻ്റെ ഭാഷ അതല്ല, അതുകൂടാതെ ഓരോ ഇപ്പോൾ ഇന്ത്യക്കകത്ത് മൊത്തത്തിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ മലയാളിയാണെങ്കിൽ മലയാളി ഇപ്പോൾ എത്രയെങ്ങാൻ ഭാഷ പഠിക്കണം. അപ്പോൾ ഓരോ ആൾക്കാരോട് സംസാരിക്കണം, ഓരോ സ്റ്റേറ്റിലുള്ള ആൾക്കാരോട് സംസാരിക്കണമെങ്കിൽ അവരുടെ ഭാഷയിൽ സംസാരിക്കണമെങ്കിൽ ഓരോ ലാംഗ്വേജ് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. പക്ഷേ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവന്നതോടുകൂടി തന്നെ എന്തായെന്നറിയോ? ഈ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഇംഗ്ലീഷ് പഠിച്ചപ്പോൾ എല്ലാ ആൾക്കാരും എന്ത് ചെയ്യാം? ഇംഗ്ലീഷിൽ സംസാരിക്കാം. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ എന്തായി? ആൾക്കാർക്ക് ഏറ്റവും ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. ഓരോ സ്റ്റേറ്റിലുള്ള ആൾക്കാർക്കും എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്തു? പെട്ടെന്ന് പോസിബിൾ ആയി. അല്ലാതെ നമുക്ക് ഓരോ സ്റ്റേറ്റിലുള്ള ആൾക്കാർ പഠിക്കണമെങ്കിൽ നമ്മൾ ഓരോ സ്ഥലത്തും എന്ത് ചെയ്യണം? ഇതുപോലെ തന്നെ അവരുടെ ലാംഗ്വേജ് പഠിക്കേണ്ടിയിരുന്നു. ആ ബുദ്ധിമുട്ടൊക്കെ എന്താകാൻ പറ്റി? ഒഴിവാക്കാൻ പറ്റി. കാരണം നമ്മൾ ആകെ ഇംഗ്ലീഷ് പഠിച്ചാൽ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇംഗ്ലീഷ് ബിക്കം ദ കോമൺ ലാംഗ്വേജ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ഫോർ പീപ്പിൾ കമ്മിങ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് കൺട്രി. അപ്പോൾ നിങ്ങൾ നോക്ക്, ഈ പറഞ്ഞ രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ആശയ കൈമാറ്റത്തിനുള്ള പൊതുഭാഷയായി ആര് മാറി? ഇംഗ്ലീഷ് മാറി. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞത് ഒരു കോമൺ ലാംഗ്വേജ് ആയിട്ട് എന്ത് ചെയ്യാണ്? ആ കാലഘട്ടത്തിൽ മാറുകയാണ്. ഒരു കോമൺ ലാംഗ്വേജ് ആയിട്ട് ആര് മാറാണ്? ഇംഗ്ലീഷ് മാറാണ്. അത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു സാധനമാണ്, അല്ലേ? അപ്പോൾ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഇന്ത്യക്കകത്ത് ഒരു മീറ്റിംഗ് ഒക്കെ നടക്കുകയാണെങ്കിൽ എല്ലാ ആൾക്കാരും ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ മതി. അപ്പോൾ എല്ലാ ആൾക്കാർക്കും എന്ത് ചെയ്യും? മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഭയങ്കര പ്ലസ് ആയിട്ട്, അതും ബ്രിട്ടീഷുകാർ ഇത് നമുക്ക് തന്നതുകൊണ്ടാണ് ഇതുപോലെ തന്നെ കിട്ടിയിട്ടുള്ളത്. സോ ഇനി നോക്കിയോളൂ. അത് കൂടാതെ നിങ്ങൾ നോക്കി, ഇതുപോലെ തന്നെ ഈ പറയുന്ന ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർക്ക് സാമ്പത്തിക സാമൂഹിക ദൗർബല്യങ്ങൾ തിരിച്ചറിയാൻ പറ്റി. ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ബ്രിട്ടീഷുകാരുടെ എക്കണോമിക് ആൻഡ് സോഷ്യൽ വീക്ക്നെസ്സിനെ കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റി? അറിവ് കിട്ടി. ഇനി ഇത്രയും പ്രധാനപ്പെട്ടുള്ള ന്യൂസ് പേപ്പേഴ്സ്, നമുക്ക് കുറച്ച് ന്യൂസ് പേപ്പേഴ്സുകളൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് നമുക്കത് നോക്കണം. അതിലെ ന്യൂസ് പേപ്പേഴ്സിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ അവിടെ കുറച്ച് ന്യൂസ് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ഇതൊക്കെ അന്നത്തെ കാലത്ത് എന്താണ്? ന്യൂസ് പേപ്പറുകളാണ് കേട്ടോ. ന്യൂസ് പേപ്പറുകൾ അന്നത്തെ ന്യൂസ് പേപ്പറിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. സോ അപ്പോൾ ഇത്രയാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പറയാനുള്ളത് ഇത്രയാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ മക്കളെ നോക്ക്, കുഞ്ഞു സാധനങ്ങളല്ലേ നമുക്കുള്ളൂ, അതൊക്കെ കുഞ്ഞു സാധനമേ ഉള്ളൂ. ഇതോടുകൂടി നമ്മുടെ ഈ പറയുന്ന രണ്ടാമത്തെ ഭാഗത്തെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് എന്ത് ചെയ്തു? നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ആകെ കുറഞ്ഞ പോയിന്റുകളാണ് ഈ പറയുന്ന വെസ്റ്റേൺ എഡ്യൂക്കേഷനിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പറയാനുള്ളത്. 1835 ഇതുപോലെ തന്നെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ നോക്കുക, അന്നത്തെ കാലത്ത് ഈ പറയുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻസ് ഈ പറയുന്ന ഡെമോക്രസിയെക്കുറിച്ചും ഫ്രീഡത്തിനെ കുറിച്ചും ഈക്വൽ ജസ്റ്റിസിനെ കുറിച്ചൊക്കെ എന്താണ്? അറിവുള്ള ആൾക്കാരായിട്ട് എന്ത് ചെയ്യണം? മാറുകയാണ്. അതേപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ഭരണം അവസാനിപ്പിക്കണം ഇന്ത്യക്കാർക്ക് എന്ത് ചെയ്യാണ്? ഒരു ചിന്ത വരികയാണ്. അതേപോലെ തന്നെ അന്നത്തെ ഒരു കോമൺ ലാംഗ്വേജ് ആയിട്ട് ആക്ച്വലി ആര് മാറുകയാണ്? ഇംഗ്ലീഷ് മാറുകയാണ്, അല്ലേ? അതേപോലെ തന്നെ അന്നത്തെ കാലത്ത് ഈ സോഷ്യൽ വീക്ക്നെസ്സും എക്കണോമിക് ആൻഡ് സോഷ്യൽ വീക്ക്നെസ്സിനെ കുറിച്ച്, ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക സാമൂഹിക ദൗർബല്യങ്ങളെ കുറിച്ച് ആൾക്കാർ എന്ത് ചെയ്തു? തിരിച്ചറിഞ്ഞു, അല്ലേ? ഇതൊക്കെ എന്താണ്? നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട പോയിന്റാണ്. ഇത്ര സാധനങ്ങളെ ആക്ച്വലി എന്ത് ചെയ്യുന്നുള്ളൂ? ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഈ ഒരു വെസ്റ്റേൺ എഡ്യൂക്കേഷൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യുന്നുള്ളൂ? വരുന്നുള്ളൂ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ അറിയോ? ഈ രീതിയിലേക്കാണ് നമ്മുടെ ഓരോ ക്ലാസ്സുകൾ, ഇതിനേക്കാൾ മനോഹരമായുള്ള രീതിയിലേക്കാണ് നമ്മുടെ ഒരുപാട് ക്ലാസ്സുകൾ എന്ത് ചെയ്യുക പോവുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗം പഠിച്ചില്ലേ? വലിയൊരു ഭാഗം എന്ത് ചെയ്തു? പഠിച്ചു. ഇനി ഞാൻ പറയുന്നത് ഈ ഒരു 1, 2, 3, 4 ടോപ്പിക്കുകളുണ്ട്. അത് ജസ്റ്റ് വേറെ ഒരു 2, 3 ക്ലാസ്സുകൾ കൂടി കണ്ടാൽ, ഒരു 2 ക്ലാസ് കൂടി കണ്ടാൽ ആക്ച്വലി ഈ ഒരു ചാപ്റ്ററിനെ എന്ത് ചെയ്യും? നമ്മൾ തീർക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് വെച്ചാൽ കുറഞ്ഞ ചാപ്റ്ററുകൾ കൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇതുപോലെ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിക്കാൻ എന്ത് ചെയ്യും? നമുക്ക് കഴിയും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിക്കണം എന്നും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഇതുപോലെ തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിലൊക്കെ പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള മക്കളാണെങ്കിൽ മക്കളെ, അവർക്കുള്ള ഏറ്റവും ബെറ്റർ സൊല്യൂഷനാണ് സൈലത്തിൻ്റെ പ്രധാനപ്പെട്ട യോധ ബാച്ച് എന്ന് പറയുന്നത്. യോധ ബാച്ചിനകത്താണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ മക്കളെ, ഞാൻ പറയുന്നത് ഒരുപാട് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സുകളുണ്ട്. അതുകൂടാതെ ബേസ് പ്ലാൻ, അതുപോലെ തന്നെ ഇൻഫിനിറ്റി പ്ലാൻ, ഇൻഫിനിറ്റി പ്രോ എന്ന് പറയുന്ന 3 പ്രധാനപ്പെട്ട പ്ലാനുകളുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വലിയ ആഗ്രഹങ്ങൾ, നീറ്റ് ജെഇ പോലുള്ള വലിയ ആഗ്രഹങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ടും ഇൻഫിനിറ്റി പ്രോ ബാച്ചിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ചേരുക. ഇൻഫിനിറ്റി പ്രോ ബാച്ചിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് നീറ്റ് ജെഇ ക്ലാസ്സുകളൊക്കെ കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു ബാച്ചാണ് ഫാൽക്കൺ ബാച്ചിൻ്റെ
ആക്സസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും അതിനകത്ത് കിട്ടും. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇൻഫിനിറ്റി പ്രോ വേണ്ടെങ്കിൽ ഇൻഫിനിറ്റിയിലെങ്കിലും എന്ത് ചെയ്യുക ചേരുക എന്നുള്ളതാണ്. സോ സമയം കളയരുത്, നിർബന്ധമായിട്ട് എന്ത് ചെയ്യും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക ചേരുക. അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം. ഞാൻ പറഞ്ഞല്ലോ ഈ വർഷത്തെ 48,000 രൂപയുടെ NMMS എന്ന് പറഞ്ഞ സ്കോളർഷിപ്പ് നിങ്ങൾ എന്ത് ചെയ്യണം ഇതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ നേടാനുള്ള കുട്ടികളാണ്. അതുമാത്രമല്ല നിങ്ങളുടെയൊക്കെ ലൈഫിനകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ഒരു ക്ലാസ് കൂടിയാണ് ഇത് 8ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ. 8ാം ക്ലാസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ് തന്നെയാണ്. സോ അങ്ങനെയാണെങ്കിൽ മക്കളെ ഇന്നത്തെ എടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെയാണ്, സെറ്റാണ് എങ്കിൽ അങ്ങനെയാണെങ്കിൽ മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ മക്കൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ആരാണ് ഏറ്റവും പെട്ടെന്ന് ഇതുപോലെ തന്നെ കറക്റ്റ് ആൻസർ ആരാണ് അയക്കുന്നത് നോക്കാം. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ അവിടെ കണ്ടോ. വിച്ച് തിയറി വാസ് എക്സ്പ്ലെയിൻഡ് ബൈ ദാദാഭായ് നവറോജി? ദാദാഭായ് നവറോജി അവതരിപ്പിച്ച സിദ്ധാന്തം ഏതാണ്? സബ്സിഡറി അലയൻസ് ആണോ, ഡ്രെയിൻ തിയറി ആണോ, ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ആണോ, ഫോർവേഡ് പോളിസി ആണോ? ഇതിന്റെ ഉത്തരം കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ആരാണ് പറയുന്നത് നോക്കാം. സോ പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്തോ, ആര് പറയുന്നതാണ് ഉത്തരം എന്ത് ചെയ്യുന്നത് നോക്കാം. സോ അടുത്ത ലൈവിൽ എന്ത് ചെയ്യാം കാണാം മക്കളെ. സോ മറക്കണ്ട, നമ്മുടെ യോധ ബാച്ച് മറക്കണ്ട, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ. സോ ഓൾ ദി ബെസ്റ്റ് എവരിവൺ, ഓൾ ദി ബെസ്റ്റ് മക്കളെ. കാണാം മക്കളെ. ബൈ ബൈ ബൈ.